പറയാൻ പോകുന്ന നോൺ പാരാമീട്രിക് ടെസ്റ്റിലെ സൈൻ ടെസ്റ്റാണ്. ഇപ്പോൾ സൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് when a sample is small and the test is to determine whether the given population mean is true. It is assumed that population is normal, but this assumption may not be true in many cases, so t-test is not applicable. In such cases, we have the hypothesis that the sample belongs to the population. For this, we can use non-parametric test, known as sign test. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ സാമ്പിൾ സ്മോൾ ആണെങ്കിൽ നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് പോപ്പുലേഷൻ ഡിറ്റർമൈൻ ചെയ്യും. അത് ആ പോപ്പുലേഷൻ ട്രൂ ആണോ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ നോർമലാണ് പോപ്പുലേഷൻ എന്ന് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ചില അസംഷൻ പറയുന്നത് ട്രൂ അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ടി ടെസ്റ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ, അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഹൈപ്പോത്തസിസ് സാമ്പിൾ ഉണ്ടാവുമ്പോൾ പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്നത്, അതിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പോൾ വി ക്യാൻ യൂസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, സൈൻ ടെസ്റ്റ്. അതിന് കുറച്ച് ഫോർമുലയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഹൈപ്പോത്തസിസ് P = 1/2 ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് P ≠ 1/2. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുന്നത് P - പ്രൊപ്പോർഷൻ ഓഫ് പ്ലസ് സൈൻസ് ഓഫ്, പിന്നെ അതേപോലെ P എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും ടോട്ടൽ സൈൻ എന്ന് പറയുന്നുണ്ട്. SC കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് റൂട്ട് ഓഫ് PQ / N ആണ് സ്റ്റാൻഡേർഡ് എറർ. അതിൽ Q കണ്ടുപിടിക്കുന്നത് 1 - P. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. In a 4-round golf race course of 11 professional are 202, 210, 200, 23, 193, 203, 204, 195, 199, 202, 201. Use the sign test at 5% level of significance. നമുക്ക് സൈൻ ടെസ്റ്റ് ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% വന്നിട്ടുണ്ട്. നൾ ഹൈപ്പോത്തസിസ് പ്രൊഫഷണൽ ഗോൾഫേഴ്സ് ആവറേജ് 204 ആണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ആവറേജ് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി എല്ലാത്തിൻ്റെ ഈ എക്സ് ഇതിൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കേണ്ട. അപ്പോൾ നമ്മുടെ എക്സ് ആക്കിയിട്ട് ഇത് എഴുതണം എല്ലാം. പിന്നെ ഈ എക്സിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, ഈ 204 ആയിട്ടുള്ള ആവറേജ് നമ്മൾ ഇത് മൈനസ് ചെയ്യും. 204 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക. അപ്പോൾ ആ സൈൻ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി, ഇത് എഴുതണ്ട. അപ്പോൾ നമ്മൾ ആ സൈൻ മാത്രം ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി. അപ്പോൾ നമുക്ക് 210 204 മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സൈൻ ആയിരിക്കും വരിക. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതുക. 200 204 മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ സൈനും അങ്ങനെ ഇട്ടിട്ട് പോവുക. അപ്പോൾ നമ്മളെ ടോട്ടൽ സൈൻ എന്ന് പറയുന്നത് 10 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലസ്സും നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് സൈനും എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 10 ആയിരിക്കും. പക്ഷേ അതിൽ ഒരു സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് 1/10 എന്ന് നമ്മൾ പ്രൊപ്പോർഷൻ ഓഫ് സൈൻ കാണിക്കും. പിന്നെ നമ്മൾ ആദ്യം ഇനി ചെയ്യേണ്ടത് സ്റ്റെപ്പ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഹൈപ്പോത്തസിസ് എന്താണ് 204, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ≠ 204 എന്ന് എഴുതിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഇതിൽ എഴുതണം. P എപ്പോഴും 1/2 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എത്രയായിരിക്കും, 0.5 ആയിരിക്കും. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാം. ഇതെന്ന് പറയുന്നത് 0.5 ആയിരിക്കും. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാൻ P - P/SC. ഈ P എന്ന് പറയുന്നത് നമ്മുടെ പ്രൊപ്പോർഷൻ P ആണ്. അപ്പോൾ 1/10 നമുക്ക് കിട്ടിയില്ലേ, അതിന് 0.1 എന്ന് നമ്മൾ കാണിക്കും. അതാണ് അതേ മൈനസ് ഈ P നമ്മളിവിടെ കിട്ടിയ 1/2. ഇത് എപ്പോഴും ഇതായിരിക്കും. ഇപ്പോൾ 1.5 അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ നമ്മൾ കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കേണ്ടതാണ് റൂട്ട് ഓഫ് PQ / N. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, PQ / N ആണ് സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ Q ആദ്യം കണ്ടുപിടിക്കണം. 1 - P ആണ് Q. അപ്പോൾ 1 - P എത്രയാണ്, 0.5 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് റൂട്ട് ഓഫ് PQ / N. P എത്രയാണ് നമുക്ക് തന്നേക്കണം, 0.5 ഇൻറ്റു Q നമ്മൾ കണ്ടുപിടിക്കണം. 1 - Q കണ്ടുപിടിക്കാനായിട്ട് P - 1 അല്ലേ. അപ്പോൾ P എത്രയാണ്, 0.5 - 1 0.5. അതുകൊണ്ട് നമുക്ക് വേറെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 0.5 തന്നെ ആയിരിക്കും. N എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ എത്രയാണ്, 10. അങ്ങനെ നമ്മളിത് റൂട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ആൻസർ വന്നിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസർ 2.53 എന്ന് ന്യൂമറിക്കലി കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രേറ്റർ ദാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടേബിൾ വാല്യൂ, നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇതിലെപ്പോഴും
മറ്റേ നമ്മുടെ ലോഗരിതം ടേബിളിലെ ഇസട്ടിൻ്റെ ടെസ്റ്റിൽ അതിലായിരിക്കും നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ 0.5 ആണ് നമ്മൾ ഇസട്ടിൻ്റെ ഇതിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടേബിൾ വാല്യൂ നോക്കിയപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 0.5 എവിടെയാണ്, എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. അതാണ് ഇൻഫിനിറ്റിൻ്റെ ഇതിൽ ഇൻഫിനിറ്റി കാണിക്കുന്ന 1.906 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.5ൽ 1.906 അതായിരിക്കും നമ്മുടെ ടേബിൾ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കൺഫ്യൂഷനൊന്നും വേണ്ട, നമ്മളത് നോക്കി ടേബിൾ നോക്കി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ടേബിൾ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാൾ എത്രയാണ്, കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ആവറേജ് ഇസ് നോട്ട് 204 എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് ഇവിടെ റിജക്റ്റ് ചെയ്യുകയാണ്. കാരണം എന്താണ്, ഇവിടെ ഗ്രേറ്റർ ആയതുകൊണ്ട് അല്ലേ, എന്ത് നമ്മളെ ടേബിൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂനേക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തസിസ് ഇവിടെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുള്ള പ്രോബ്ലം. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് കൂടെ നോക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും.